പൂരാടം നക്ഷത്രം 1200 ആണ്ട് കൊല്ലവർഷം 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ പൂരാട നക്ഷത്ര ഫലങ്ങൾ. വ്യാഴം 6 നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. 2025 മെയ് മാസത്തോടുകൂടി മാത്രമേ 6-ലെ വ്യാഴം മാറി 7-ലേക്ക് വരികയുള്ളൂ. അത്രയും കാലയളവ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. 2025 മാർച്ച് മാസത്തിന് ശേഷം കണ്ടകശനിയുടെ ദോഷവും ആരംഭിക്കുന്നതാണ്. ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, ശനിയാഴ്ച വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ അകാരണ കലഹങ്ങൾ ഒഴിവാകും. വാത, നിർദോഷ, പ്രമേഹ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയും പ്രാണായാമവും വ്യായാമവും വേണ്ടിവരും. പണം മുൻകൂട്ടി ചിലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാവും നല്ലത്. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒഴിവാക്കണം. പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. വിൽപ്പനോദ്ദേശം മനസ്സിൽ കരുതി വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിലുപരി ലാഭമുണ്ടായാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാർഗതടസ്സങ്ങൾ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും. അവിചാരിത ചിലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടതായി വരും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ജൂണിന് മുമ്പ് അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ബന്ധുവിൻ്റെ സമീപനത്തിൽ അപ്രീതി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. സുപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതിനാൽ പ്രവർത്തനക്ഷമതയും ജനസ്വാധീനവും കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തീകരിച്ച് പുതിയത് ഏറ്റെടുക്കും. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയരുത്. ഗൗരവമുള്ള വിഷയങ്ങൾ തനതായ അർത്ഥതലങ്ങളോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും. വൈവിധ്യങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. കലാകായിക മത്സരങ്ങൾ, ഇൻ്റർവ്യൂ, പരീക്ഷകൾ തുടങ്ങിയവയിൽ പ്രശസ്തി വിജയമുണ്ടാകും. ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരും.